ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നല്ലൊരു അടിപൊളി ഇഫ്താർ സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ഞാനിതിന് വേണ്ടിയിട്ട് 4 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ഇനിയൊരു ബൗളിലേക്ക് ഈ ഒരു മുട്ടയുടെ മഞ്ഞക്കരും ഒക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇതിലൊരു മുട്ട ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ, അതാണ് ഇതിൻ്റെ ഷേപ്പ് വേറെ രീതിയിൽ. ഇനി ഈ ഒരു മുട്ടയുടെയൊക്കെ മഞ്ഞക്കരു എടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മഞ്ഞക്കരു വെച്ചിട്ടാണ് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മഞ്ഞക്കരു മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സവോളയുടെ പകുതി എടുത്ത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു അല്പം മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാനിവിടെ മല്ലിയില കഴിഞ്ഞത് കാരണമാണ് ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മയോണൈസ് ഇല്ലാതെ നിങ്ങൾക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഇതിൽ സ്പൈസി ആയിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മയോണൈസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മയോണൈസ് വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ ഒരു മുട്ടയിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓരോ മുട്ടയായിട്ട് എടുത്തിട്ട് ഈ ഒരു ഫില്ലിങ് ഇതിലേക്ക് നല്ല രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ എല്ലാ മുട്ടയിലേക്കും ഈ ഒരു ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ക്രംസും കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ഒരു മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു മുട്ട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുക്കുക. മാത്രമല്ല നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ടത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇത് മുഴുവനായിട്ടും ഇതുപോലെ ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരു 4 ഇതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ നിറം ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയം എണ്ണയിൽ ഇട്ട് വെക്കൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് ആ ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ഈ ഒരു ഇഫ്താറും തയ്യാറാക്കി നോക്കണം. 4 മണിക്കും കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ വെറൈറ്റി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്